ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ സ്റ്റേറ്റുകളെ കുറിച്ചായിരുന്നു അല്ലേ? അതിന്റെ സെക്കൻഡ് പാർട്ടായിരുന്നു. അതിന്റെ തേർഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് സ്റ്റുഡൻസ് ഇന്ന് പുതുതായിട്ട് ജോയിൻ ചെയ്തവരുണ്ട്. അപ്പോൾ ഈ ജി കെ സ്റ്റാറ്റിക് ജി കെയുടെ കുറച്ച് ഇൻട്രൊഡക്ഷൻ പറഞ്ഞതിന് ശേഷം നമുക്ക് ഇന്നത്തെ തേർഡ് പാർട്ടിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്റ്റാറ്റിക് ജി കെയുടെ ഭാഗമായി എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നേ? എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നേ? നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് ലിസ്റ്റ് ഓഫ് പ്രസിഡന്റ്സ്, ദെൻ ലിസ്റ്റ് ഓഫ് വൈസ് പ്രസിഡന്റ്സ്, ദെൻ പ്രൈം മിനിസ്റ്റേഴ്സ്. പിന്നെ എന്തെല്ലാം കാര്യം ഡിസ്കസ് ചെയ്തു? കേട്ടില്ല, നിങ്ങൾ ഓർക്കുന്നോ? ഗവർണേഴ്സിനെയും ചീഫ് മിനിസ്റ്ററെയും നമ്മൾ പരിചയപ്പെട്ടു, ശരിയല്ലേ? വ്യത്യസ്ത സ്റ്റേറ്റുകളുടെ ഗവർണേഴ്സിനെയും ദെൻ ചീഫ് മിനിസ്റ്റേഴ്സും നമ്മൾ പരിചയപ്പെട്ടു. അതിൽ ചെറിയ വ്യത്യാസങ്ങൾ ആ ലിസ്റ്റിൽ പിന്നീട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് 5 സ്റ്റേറ്റുകളിൽ വീണ്ടും എലക്ഷൻ നടന്നു. പിന്നെ ഏറ്റവും കഴിഞ്ഞ മന്തില് ജാർഖണ്ഡിൽ ഒരു ഭരണമാറ്റം ഉണ്ടായിരുന്നു. അവിടുത്തെ മുഖ്യമന്ത്രി, അവിടുത്തെ ചീഫ് മിനിസ്റ്റർ, അവര് ഒരു പ്രത്യേക കേസിൽ അറസ്റ്റിലാവുകയും അവരെ റിലേറ്റീവ് വീണ്ടും മുഖ്യമന്ത്രി ആവുകയും ചെയ്തു. ഓക്കെ, ആ ഒരു കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലിസ്റ്റ് ഓഫ് പ്രസിഡന്റ്സ്, ലിസ്റ്റ് ഓഫ് വൈസ് പ്രസിഡന്റ്സ്, ദെൻ ലിസ്റ്റ് ഓഫ് പ്രൈം മിനിസ്റ്റേഴ്സ്, ദെൻ ചീഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ഗവർണേഴ്സ്. ആ ഒരു ക്ലാസ് എല്ലാവർക്കും കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു, ശരിയല്ലേ? നമ്മൾ പിന്നീട് ഓരോ സ്റ്റേറ്റുകള് അവിടുത്തെ ക്യാപിറ്റൽ സിറ്റി, ദെൻ അവിടുത്തെ ഗവർണർ, ചീഫ് മിനിസ്റ്റർ, ദെൻ സ്റ്റേറ്റ് സിംബൽസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. സ്റ്റേറ്റ് ഫ്ലവർ, സ്റ്റേറ്റ് ആനിമൽ, ദെൻ സ്റ്റേറ്റ് ബേർഡ്, അല്ലേ? അത്തരം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ പ്രധാനപ്പെട്ട ഫോക്ക് ഡാൻസേഴ്സ്, ദെൻ ഹെറിറ്റേജ് സിറ്റീസ്. നിങ്ങൾ ഓർക്കുന്നോ? കേട്ടില്ല, പാർലമെന്റ്. സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് വേറെന്തെല്ലാം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു? വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒക്കെ. യെസ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാഷണൽ പാർക്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ദെൻ പ്രധാനപ്പെട്ട ഡാംസ്, എയർപോർട്ട്സ്, ദെൻ പവർ പ്ലാന്റ്സ്, എസ്പെഷ്യലി ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്. അപ്പോ ഓരോ സ്റ്റേറ്റുകളെയും ഏകദേശം നമ്മൾ 9 സ്റ്റേറ്റുകൾ കവർ ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉത്തർപ്രദേശിനെ കുറിച്ചിട്ടാണ്. ഉത്തർപ്രദേശ്. അപ്പൊ ആദ്യം നമുക്ക് ഉത്തർപ്രദേശിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തതിനു ശേഷം സമയം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞു പോയ ക്ലാസ്സിന് ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം ഉത്തർപ്രദേശിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോ ഉത്തർപ്രദേശിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ പറ. ഉത്തർപ്രദേശ് ക്യാപിറ്റൽ ലക്നോ ആണ്. പ്രധാനപ്പെട്ട മറ്റ് സിറ്റീസ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പ്രധാനപ്പെട്ട മറ്റ് സിറ്റീസ്? വാരാണസി, വേറെ ഏതെങ്കിലും പറഞ്ഞോളൂ. വാട്ട് അബൌട്ട് ആഗ്ര? യെസ്, കാൺപൂർ. വാട്ട് അബൌട്ട് ആഗ്ര? അയോധ്യ. യെസ്, നിതിൻ കൃഷ്ണൻ, അയോധ്യ. വേറെ
പല ടൂറിസ്റ്റ് പ്ലേസുകളും ഉള്ള ഒരു സർ സംസ്ഥാനമാണ്. ഝാൻസി. ഞാൻ കേട്ടില്ല, ഏതായിരുന്നു? വേറെ സ്റ്റേറ്റ് പറഞ്ഞോ? സർ സോറി, ഫത്തേപൂർ സിക്രി ഉണ്ടോ? ഫത്തേപൂർ സിക്രി, ആഗ്ര. വേറെ മിർസാപൂർ കേട്ടിട്ടുണ്ടോ? മിർസാപൂർ, ഇങ്ങനെ ഒരു സ്ഥലത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മിർസാപൂറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? യെസ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, IST അല്ലേ? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, IST, അത് കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് മിർസാപൂർ. നമ്മൾ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്, ഗ്രീൻവിച്ച് ലൈൻ എന്ന് പറയുന്ന ഈ ഗ്രീൻവിച്ച് സിറ്റിയെ പോലെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നിശ്ചയിക്കുന്ന ഒരു പ്ലേസ് ആണ് മിർസാപൂർ. പ്രയാഗ്രാജിന്റെ മുമ്പത്തെ പേരെന്തായിരുന്നു? അലഹാബാദ്. സർ മധുര ആൻഡ് വൃന്ദാവൻ. വേറെ ഏതെങ്കിലും സ്ഥലങ്ങളെ കുറിച്ച് അറിയോ? സർ മധുര ആൻഡ് കേട്ടില്ല. വൃന്ദാവൻ. ഒന്നുകൂടെ പറയും. മധുര ആൻഡ് വൃന്ദാവൻ. മധുരൈ അല്ല, മധുരയുണ്ട്. മധുര ഉള്ളത് ഉത്തർപ്രദേശിലും. മധുരൈ ഉള്ളത് എവിടെയാണ്? തമിഴ്നാട്. ഓക്കെ, അപ്പോ ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട സിറ്റീസിനെ കുറിച്ച് നമുക്ക് പല രീതിയിലും അറിയാം. പല ആളുകളും അവിടെ ടൂർ പോയിട്ടുണ്ടാവും. നമ്മൾ താജ്മഹൽ കണ്ടു കാണും. പ്രധാനപ്പെട്ട ഹെറിറ്റേജ് സിറ്റീസ്, ഡൽഹിക്കടുത്ത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഉള്ള നോയിഡ, ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട സിറ്റീസ് അടങ്ങിയിട്ടുള്ള സ്ഥലം കൂടിയാണ് ഉത്തർപ്രദേശ്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. അതിന്റെ ക്യാപിറ്റൽ സിറ്റി എവിടെയാണ്? യുപിയുടെ ക്യാപിറ്റൽ സിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലക്നൗ അല്ലേ? ഉത്തർപ്രദേശിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയെന്ന് നിങ്ങൾക്കറിയോ? ഗംഗ, യമുന. ഈ ഗംഗയും യമുനയും പിന്നെ വേറൊരു റിവറും ഉണ്ട്. അതും കൂടി ചേരുന്ന ത്രിവേണി സംഗമം എവിടെയാണെന്നറിയോ? ദേവപ്രയാഗാണോ? ഏതായിരുന്നു? ദേവപ്രയാഗ്. ദേവപ്രയാഗ് അല്ല. ദേവപ്രയാഗ് നമ്മള് ഗംഗയുടെ വേറെ, അതായത് അതിന്റെ ഒരു കഴിവയാണ്. സരസ്വതി റിവർ. അതെ, സരസ്വതി റിവർ. അതായത് സരസ്വതി റിവറും യമുനയും ഗംഗയും എവിടെ വെച്ചിട്ടാണ് അത് കൂടിച്ചേരുന്നതെന്ന് പറയപ്പെടുന്നേ? പ്രയാഗ്രാജ്. അതായത് മുമ്പ് നമ്മൾ അലഹബാദ് എന്ന് വിളിക്കപ്പെടുന്ന പ്രയാഗ്രാജിൽ വെച്ചിട്ടാണ് ഗംഗയും യമുനയും ഒരു മിത്തോളജിക്കൽ റിവർ ആയിട്ടുള്ള സരസ്വതിയും കൂടിച്ചേരുന്നത്. ആ ഒരു ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഏത് ഫെസ്റ്റിവൽ ആചരിക്കുന്നറിയോ? ഇന്ത്യയിലെ തന്നെ വലിയൊരു റിലീജിയസ് ഫെസ്റ്റിവലും കൂടിയാണ്, വലിയൊരു റിലീജിയസ് ഗാദറിംഗ് നടക്കുന്ന, അലഹബാദിൽ നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. അത് 12 വർഷവും കൂടുന്തോറും നടക്കുന്ന ഒരു വലിയൊരു ഫെസ്റ്റിവലാണ് കുംഭമേള. അല്ലേ? കേട്ടില്ലേ കുംഭമേളയെ കുറിച്ച്? ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുംഭമേളയും മറ്റ് ഫെസ്റ്റിവലിനെ കുറിച്ചൊക്കെ നമുക്ക് പരിചയപ്പെടാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ക്യാപിറ്റൽ ലക്നൗ. ഫൗണ്ടേഷൻ ഡേ 24 ജനുവരി 1950. ഇന്ത്യ റിപ്പബ്ലിക് ആയിരുന്ന ആ സമയത്ത് തന്നെ ഇങ്ങനൊരു സ്റ്റേറ്റ് നിലവിൽ വന്നിട്ടുണ്ട്. ഏരിയ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 4th പൊസിഷനാണ്. അപ്പൊ ഏരിയ വൈസ് ഏറ്റവും ലാർജസ്റ്റ് സ്റ്റേറ്റ് ഏതാണ് ഇന്ത്യയില്? നമ്മൾ പരിചയപ്പെട്ടു. യെസ്, രാജസ്ഥാൻ. പക്ഷെ പോപ്പുലേഷൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രയാണ് സ്ഥാനം? ഫസ്റ്റ് പൊസിഷൻ. പോപ്പുലേഷൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പൊസിഷനാണ്. ഏകദേശം 400ഓളം MLA മാർ എവിടെയുണ്ട്?
ഉത്തർപ്രദേശിലുണ്ട്. ഏകദേശം 400ഓളം MLA ഉത്തർപ്രദേശിലുണ്ട്. കേരളത്തിലെ എത്ര MLA നിങ്ങൾക്കറിയോ? കേരളത്തിൽ എത്ര MLA? 140 അല്ലെ? 140. മുമ്പ് 141 പക്ഷെ ആംഗ്ലോ ഇന്ത്യൻസിന് ആ ഒരു റെപ്രസെന്റേഷൻ നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്തു. എന്നാലും 140 MLA കേരളത്തിലുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു ആ പോപ്പുലേഷൻ വൈസ് ആയിട്ടാണ് നമ്മൾ ഈ MLA MP എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്, ഈ അലോക്കേഷൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിൽ 400ഓളം MLA ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു ജനസംഖ്യ ഉള്ളത് കൊണ്ടാണ് അത്രയും ഈ MLA ജനപ്രതിനിധികൾ എവിടെയുള്ളത്, ഉത്തർപ്രദേശിലുള്ളത്. അപ്പോ ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലേഷൻ കൂടിയ സംസ്ഥാനമാണ് എവിടെയുള്ളത്, ഉത്തർപ്രദേശ്. അവിടുത്തെ നിലവിലെ ചീഫ് മിനിസ്റ്റർ നമ്മൾ പരിചയപ്പെടാം, യോഗി ആദിത്യനാഥ്. അവിടുത്തെ നിലവിലെ ഗവർണർ ആനന്ദിബെൻ പട്ടേൽ. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, നമുക്ക് ഇനി സ്റ്റേറ്റ് സിംബൽസിനെ കുറിച്ച് പരിചയപ്പെടാം. ഉത്തർപ്രദേശിന്റെ സ്റ്റേറ്റ് സിംബൽസ്. ഫസ്റ്റ് വൺ സ്റ്റേറ്റ് ആനിമൽ ബാരാസിംഗ. ഇങ്ങനൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? ചിലർ കേട്ട് കാണും, ചിലർ കേട്ട് കാണില്ല. ഓക്കെ, ബാരാസിംഗ എന്ന് പറയുന്നത് സോം ഡിയർ ആണ്. അതായത് ഒരു വിഭാഗത്തിൽപ്പെട്ട മാൻപേടയാണ് ഏതെന്ന് പറയുന്നേ, ബാരാസിംഗ. ഓക്കെ, അപ്പോ ഉത്തർപ്രദേശിന്റെ സ്റ്റേറ്റ് ആനിമൽ എന്ന് പറയുന്നത് മാനാണ് കേട്ടോ, മാൻ. ഇനി സ്റ്റേറ്റ് ബേർഡിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുകയാണെങ്കിൽ, സ്റ്റേറ്റ് ബേർഡ് സരസ് ക്രെയിൻ, കൊക്ക്. സരസ് ക്രെയിൻ ആണ് സ്റ്റേറ്റ് ബേർഡ്. സ്റ്റേറ്റ് ട്രീ അശോക ട്രീ. സ്റ്റേറ്റ് ഫ്ലവർ പ്ലാഷ് ഫ്ലവർ ആണ് ആരുടെ, ഉത്തർപ്രദേശിന്റെ സ്റ്റേറ്റ് ഫ്ലവർ. അപ്പൊ നമ്മൾ എന്തൊക്കെയാ ഡിസ്കസ് ചെയ്തു? സ്റ്റേറ്റ് ആനിമൽ ഡിസ്കസ് ചെയ്തു, സ്റ്റേറ്റ് ബേർഡ് ഡിസ്കസ് ചെയ്തു, സ്റ്റേറ്റ് ട്രീ, സ്റ്റേറ്റ് ഫ്ലവർ. നമുക്കിത് കേരളവുമായി ബന്ധപ്പെടുത്തുകയാണെങ്കിൽ സ്റ്റേറ്റ് ആനിമൽ, കേരളത്തിന്റെ സ്റ്റേറ്റ് ആനിമൽ ഏതാണ്? എലിഫന്റ് അല്ലേ? ആന. സ്റ്റേറ്റ് എലിഫന്റ്, സ്റ്റേറ്റ് ആനിമൽ എലിഫന്റ്. ദെൻ സ്റ്റേറ്റ് ബേർഡോ? കേരളത്തിന്റെ സ്റ്റേറ്റ് ബേർഡ് മലമുഴക്കി വേഴാമ്പൽ അല്ലേ? മലമുഴക്കി വേഴാമ്പൽ. സ്റ്റേറ്റ് ട്രീയോ? തെങ്ങ്. ദ ലാസ്റ്റ് വൺ സ്റ്റേറ്റ് ഫ്ലവർ കണിക്കൊന്ന. അപ്പോ ഇതുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തുകയാണെങ്കിൽ ഉത്തർപ്രദേശിന്റെ സ്റ്റേറ്റ് ആനിമൽ എന്ന് പറയുന്നത് മാൻപേടയാണ്. സ്റ്റേറ്റ് ബേർഡ് സരസ് ക്രെയിൻ, കൊക്കാണ്. സ്റ്റേറ്റ് ട്രീ അശോക ട്രീ ആണ്. ദെൻ സ്റ്റേറ്റ് ഫ്ലവർ പ്ലാഷ് ഫ്ലവർ ആണ് സ്റ്റേറ്റ് ഫ്ലവർ. ഇനി പ്രധാനപ്പെട്ട ലാംഗ്വേജുകൾ നമുക്കറിയാം, ഹിന്ദിയാണ്. മറ്റു ലാംഗ്വേജുകളും ഉത്തർപ്രദേശിൽ സംസാരിക്കുന്നുണ്ട്. ഉറുദു ഉണ്ട്, അവധി ഉണ്ട്, ഭോജ്പുരി ഉണ്ട്, ബുണ്ടേലി ഉണ്ട്, ബ്രാജ് ഉണ്ട്, കനൌജി ആൻഡ് ഹിന്ദുസ്ഥാനി. ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ഭാഷകൾ എവിടെയുണ്ട്? ഉത്തർപ്രദേശിലുണ്ട്. ഓക്കെ, ഈ പ്ലാഷ് മരത്തെ കുറിച്ച് ഒന്ന് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. ദ ഫ്ലെയിങ് ഓഫ് ദി ഫോറസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഈ ചെറിയ തീ കത്തിരിക്കുന്ന പോലെയാണ് ഇതിന്റെ ഒരു മോഡൽ. കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള പ്ലാഷിന്റെ ഈ വിളിപ്പേരിൽ നിന്ന് തന്നെ ഈ കാട്ടുമരത്തിന്റെ പൂക്കളുടെ പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കും. തീജ്വാല പോലെ മനോഹരമായ മനോഹര കാഴ്ച തന്നെയാണ്. അപ്പോ ആ ഒരു പ്ലാഷ് മരമാണ് ഉത്തർപ്രദേശിന്റെ ഏതെന്ന് പറയുന്ന സ്റ്റേറ്റ് ഫ്ലവർ. എല്ലാരും ഓർത്തിരിക്കുമല്ലോ? ഓക്കെ, ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽസ് ആൻഡ് ഡാൻസസിലേക്ക് പോവാം. ഫെസ്റ്റിവൽ ആൻഡ് ഡാൻസസ്. ഫസ്റ്റ് വൺ നൗഡൻകി.
നൗഡങ്കി. ചിലർ കേട്ട് കാണും, പക്ഷെ രാസലീലയെ കുറിച്ച് കേൾക്കാത്തവർ ആരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. രാസലീല രാസലീല രാസലീലയിലെ പ്രധാനപ്പെട്ട ക്യാരക്ടർ ആരെന്നറിയോ? ശ്രീകൃഷ്ണൻ. യെസ്, ശ്രീകൃഷ്ണൻ അല്ലെ. ശ്രീകൃഷ്ണനാണ് രാസലീലയിലെ പ്രധാനപ്പെട്ട ക്യാരക്ടർ. അപ്പോ ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽസ് ആൻഡ് ഡാൻസസ് നോട്ട് പരിചയപ്പെടുകയാണെങ്കിൽ, ഫസ്റ്റ് വൺ നൗഡങ്കി, ദെൻ രാസലീല, ദെൻ കജ്രി, ജോറ, ചപ്പേലി, ജയ്ത്ത. ഇനി കേരളത്തിൽ പരിശോധിക്കുകയാണെങ്കിലോ? പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽസ് നമുക്ക് എണ്ണപ്പെടാൻ പറ്റുന്ന ഫെസ്റ്റിവൽസ്: ഓണം ഉണ്ട്, വളരെ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ വിഷു ഉണ്ട് അല്ലെ. റിലീജിയസ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസും ഉണ്ട്, ദെൻ നോൺ റിലീജിയസ് ആയിട്ടുള്ള ഫെസ്റ്റിവൽസും നമുക്ക് എണ്ണപ്പെടാൻ പറ്റും. ദെൻ വേരിയസ് കൈൻഡ് ഓഫ് ഡാൻസസ് ഏതൊക്കെയാ? കഥകളി, യെസ്, ക്ലാസിക്കൽ ഡാൻസ് പെട്ട കഥകളി ഉണ്ട്, മോഹിനിയാട്ടം ഉണ്ട്. കേട്ടില്ല? നാടോടി നൃത്തങ്ങളുണ്ട് അല്ലെ, ഫോക്ക് ഡാൻസസുകൾ, മാർഗംകളി, തിരുവാതിരക്കളി, പടയണി. അപ്പോ എണ്ണമറ്റ ഡാൻസുകളും ഫോക്ക് ഡാൻസസും കേരളത്തിലുണ്ട്. നമുക്ക് ക്ലാസിക്കൽ ഡാൻസുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ക്ലാസിക്കൽ ഡാൻസുകൾ, എണ്ണപ്പെട്ട ക്ലാസിക്കൽ ഡാൻസുകൾ എത്രണ്ണം അറിയോ? 8 അതിൽ 2 കേരളത്തിൽ നിന്നാണ്. ഏതൊക്കെയാണ്? കഥകളിയും മോഹിനിയാട്ടവും. അപ്പോ ഉത്തർപ്രദേശിന്റെ ഫെസ്റ്റിവൽസ് ആൻഡ് ഡാൻസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നൗഡങ്കി ഉണ്ട്, രാസ്ലീല ഉണ്ട്, കജ്രി ഉണ്ട്, ചപ്പേലി, ജയ്ത്ത. ഈ പേരുകൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, എന്നാൽ പോലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. കാരണം പല സമയങ്ങളിലും ന്യൂസ് പേപ്പറിലൂടെ നമുക്ക് ഇങ്ങനത്തെ പേരുകൾ കാണാൻ സാധിക്കും. പിന്നെ പ്രധാനമായിട്ടും ഈ റിപ്പബ്ലിക് ഡേ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ, ഇത്തരം സ്പെഷ്യൽ ഒക്കേഷൻ ഡേയ്സില് ഈ പരേഡ് ഉണ്ടാവല്ലോ, ആർമി പരേഡ്. ഈ ആർമി പരേഡുകളിൽ ഇതിന്റെ മോഡൽസ് കാണിക്കാറുണ്ട്. ഇപ്പോ ഓരോ സ്റ്റേറ്റിന്റെയും മോഡൽസ് അല്ലെ, സ്റ്റിൽ മോഡൽസ്, വർക്കിംഗ് മോഡൽസ് പോലെയുള്ള അത്തരം മോഡൽസുകളിൽ ഈ ഡാൻസുകൾ പ്രദർശിപ്പിക്കാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ടാബ്ലോ പോലെ. ടാബ്ലോ അല്ലെ, ടാബ്ലോ ആയിട്ട് പ്രദർശിപ്പിക്കാറുണ്ട്. അപ്പോ മറ്റു പല ഹെറിറ്റേജ് സിറ്റികളിലും അല്ലെങ്കിൽ ഹെറിറ്റേജ് കൾച്ചറൽ ഫെസ്റ്റിവൽസിലും ഇത്തരം ഡാൻസുകൾ എന്ത് ചെയ്യാറുണ്ട്? പെർഫോം ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോ അതാണ് പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽസ് ആൻഡ് ഡാൻസസ്. ഇനി നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ കുംഭമേളയെ കുറിച്ച് പരിചയപ്പെടാം. കുംഭമേള. അപ്പൊ കുംഭമേളയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമുക്ക് ഒരു വീഡിയോ കാണാം. ഓക്കെ, ശബ്ദം വരുന്നില്ല. ഞാൻ ഒന്ന് നോക്കട്ടെ.
This is the confluence of three holy rivers on an invisible river existing in mythology. Hindus believe the holy waters of these rivers washes away. Every 6 years, millions of pilgrims flock here in search of salvation. When they come, a temporary city, 2/3 the size of Manhattan, springs up on these സോറി, riverbanks. എന്തൊരു ടെക്നിക്കൽ എററാന്ന് തോന്നുന്നു. ശബ്ദം കേൾക്കുന്നുണ്ടോ ഇപ്പോ? And this many people packed into an area ഞാൻ of over ഏതായാലും 12 ഇതിന്റെ square ലിങ്ക് miles. നിങ്ങൾക്ക് Stampedes ഗ്രൂപ്പിൽ are always അയച്ചു a തരാം. risk. നിങ്ങൾ ജസ്റ്റ് കാണുക കേട്ടോ. കാരണം കണ്ടോ, ഇതിന്റെ ഇമ്പോർട്ടൻസ് ആണ്. അതായത് ഇന്ത്യയിൽ വലിയൊരു റിലീജിയസ് ഗാദറിംഗ് ആണ് ഈ കുംഭമേള എന്ന് പറയുന്നത്. നിങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പ്രധാനപ്പെട്ട ഒരു റിലീജിയസ് ഗാദറിംഗ് ആണ് മക്ക, സൗദി അറേബ്യയിലെ മക്ക അല്ലെ. അവിടുത്തെ ഒരു തിരക്ക് നിങ്ങൾ പല സമയങ്ങളിലും സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലൂടെ കണ്ടു കാണും. അപ്പൊ അതുപോലെ ഇന്ത്യയിലുള്ള ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ വലിയൊരു റിലീജിയസ് ഗാദറിംഗ് ആണ് ഏതെന്ന് പറയുന്നത് കുംഭമേള. കേൾക്കാമോ? എല്ലാവർക്കും കേൾക്കാമോ? ഹലോ. ഓക്കെ. യെസ്. അപ്പോ ഈ കുംഭമേളക്ക് ഈ റിലീജിയസ് ഗാദറിംഗ് ആയതുപോലെ തന്നെ ഈ റിസ്കും ഈ ഒരു അതായത് ഇവിടെ അവിടുത്തെ ആളുകളുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇഷ്യൂ എൻഷുർ ചെയ്യുന്നവരും അവിടുത്തെ പോലീസ് ഫോഴ്സിലുണ്ട്. ഏകദേശം 20,000-ഓളം പോലീസുകാരെയാണ് ഈ ഒരു ഇതിന്റെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റീസിനായി അവിടുത്തെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നേ, ഡിപ്ലോയ് ചെയ്യുന്നേ. അപ്പൊ അതിന്റെ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. With previous Kumbh reporting a number of deaths due to overcrowding, the task of ensuring the safety of the pilgrims falls on the 20,000 police officers deployed at Prayagraj, especially for this festival. How is it possible to monitor the welfare of the 220 million people expected to attend the 50-day-long Kumbh? ആളുകളുടെ കൂട്ടം മനസ്സിലായോ അല്ലേ? വലിയൊരു മാറ്റം നോക്കൂ. Deputy Inspector General KP Singh ലേറ്റസ്റ്റ് pioneers ടെക്നോളജി a modern ഉപയോഗിച്ചുകൊണ്ട് solution ആ to ഒരു this ancient problem. ഹ്യൂമൻ മാനേജ്മെന്റ് നോക്കൂ. ഹ്യൂമൻ മാനേജ്മെന്റ് This time we have used more ഇന്റലിജൻസ് than 1,000 ഉപയോഗിക്കുന്നുണ്ട്. plus cameras. So we tried to incorporate technology with the best people. So it was a new experiment altogether. In the control room, Singh's team uses artificial intelligence to analyze the live feeds from over 1,000 fixed and drone cameras positioned around the festival. This allows them to watch over pilgrims across the whole site around the clock. ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ചു വരാം. The technology uses an അപ്പോൾ algorithm കുംഭമേളയെക്കുറിച്ച് which measures the number of pilgrims in real time ഒന്നുകൂടെ in specific areas and analyzes crowd densities. യൂട്യൂബിലൊക്കെ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കാം. പ്രധാനപ്പെട്ട It raises soft alerts for more than 3 people per ഗാദറിംഗ് square കൂടിയാണ് meter ഈ കുംഭമേള and എന്ന് strong പറയുന്നത്. alerts for more than 5. അതുപോലെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഫെസ്റ്റിവലും കൂടിയാണ് എന്ന് പറയുന്നത് This helps inform the team about the areas in danger of becoming overcrowded. രാമനാണ് പ്രധാനപ്പെട്ട ക്യാരക്ടർ. വ്യാസ് പൂർണിമ. Singh uses this data to instruct his teams on the ground which manage crowds, വ്യാസ് പൂർണിമ നാളിലൊക്കെ ഈ സ്കൂളിൽ eliminating bottlenecks and averting injury. നെക്സ്റ്റ് വൺ ദിവാലി. ലാത്മാർ ഹോളി. ഇവിടെ ഹോളി ലാത്മാർ എന്ന് എന്താണ്? ഹിന്ദി വേർഡാണ് ലാത്മാർ. വടികൊണ്ട് അടിച്ചുകൊണ്ടുള്ള ഹോളി ആഘോഷമാണ് ലാത്മാർ ഹോളി. അപ്പോ നമ്മൾ വ്യത്യസ്ത ഫെസ്റ്റിവൽസ് ആൻഡ് ഡാൻസസിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടും. അടുത്ത പ്രധാനപ്പെട്ട ഈ യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റുകളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. യു പിയിലെ ഉത്തർപ്രദേശിലെ
വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ. ഇനി എന്താണ് യുനെസ്കോ? അതറിയട്ടെ, എന്താണ് യുനെസ്കോ? നിങ്ങൾ കേട്ടില്ലേ? യുനെസ്കോയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? Yes, sir. Yes, sir. ഈ യുനെസ്കോ ഏത് ബോഡിക്ക് കീഴിലാണുള്ളത്? UNO. UN അല്ലെ? യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ കീഴില് എഡ്യൂക്കേഷണലി സയന്റിഫിക് ഡെവലപ്മെന്റിന് വേണ്ടി, അതിന്റെ പ്രൊമോഷന് വേണ്ടിയുള്ള ഒരു ബോഡിയാണ് യുനെസ്കോ. അപ്പോ ഈ യുനെസ്കോ പല രാജ്യങ്ങളിലും കൾച്ചറൽ ഇമ്പോർട്ടൻസ്, എൻവയോൺമെന്റൽ ഇമ്പോർട്ടൻസ്, ഇങ്ങനെ വ്യത്യസ്ത ഇമ്പോർട്ടൻസുകൾക്ക് അടിസ്ഥാനത്തിൽ, ഈവൻ മിക്സ്ഡ് ഇമ്പോർട്ടൻസ് ഒക്കെ ഉള്ള സ്ഥലങ്ങളെ ഐഡന്റിഫൈ ചെയ്യുകയും ഒരു പ്രത്യേക ടാഗിങ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരം സ്ഥലങ്ങൾ, ഉത്തർപ്രദേശിലെ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് ആദ്യം പരിചയപ്പെടാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ആഗ്ര ഫോർട്ട്. Then next one, Taj Mahal. Next one, Fatehpur Sikri. ഇനി മറ്റു സ്ഥലങ്ങളെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുകയാണെങ്കിൽ ആഗ്ര സിറ്റി ഉണ്ട്. ആഗ്രയിൽ തന്നെ ആഗ്ര സിറ്റി ഉണ്ട്. അക്ബർ മൊസോളിയം ഉണ്ട്. അക്ബർ സ്റ്റോം, then സിക്കന്ദ്ര, ആരംബാഗ്, ബാദ ഇമാം ബാദ, then ബഡ ഇമാം ബാദ, ചോട്ട ഇമാം ബാദ, then ദിവാനി ഖാസ്, then സാരനാഥ്. കേട്ടിട്ടുണ്ടോ സാരനാഥ്? Yes, sir. സാരനാഥിലെ പില്ലർ ഇൻസ്ക്രിപ്ഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അശോകന്റെ പില്ലർ ഇൻസ്ക്രിപ്ഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ സാരനാഥിലെ? നമ്മുടെ അശോക സ്തംഭം കേട്ടിട്ടുണ്ടോ? അശോക സ്തംഭം. കേട്ടിട്ടുണ്ട്. യെസ്. നമ്മുടെ അശോക സ്തംഭം എവിടുന്നാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്? സാരനാഥിലെ അശോകന്റെ പില്ലർ ഇൻസ്ക്രിപ്ഷനിലാണ് ഏതെടുത്തിരിക്കുന്നത്? നമ്മുടെ അശോക സ്തംഭം എടുത്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ജന്തർ മന്ദർ. ജന്തർ മന്ദർ നമുക്ക് വാരണസിയിൽ കാണാം. ദെൻ അതുപോലെ തന്നെ ജന്തർ മന്ദർ എവിടെയുണ്ട്? ഡൽഹിയിലുണ്ട് കേട്ടോ. Then Itimamul Dawla, then Jama Masjid Agra, then Khas Mahal, Lord Cornwallis Tomb, Man Singh Observatory, Mariam's Tomb, Moti Masjid. Then വളരെ recently Ram Temple, Ayodhya, the birthplace of Lord Ram. അപ്പോ പ്രധാനപ്പെട്ട സിറ്റീസ് ആണ്, പ്രധാനപ്പെട്ട സൈറ്റുകളാണ് നമ്മൾ ഇപ്പൊ പരിചയപ്പെട്ടത് കേട്ടോ. പ്രധാനപ്പെട്ട സിറ്റീസ് ദെൻ സൈറ്റുകളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇതിൽ പലതും നിങ്ങൾ പലതും കേട്ട് കാണും, ചിലരെല്ലാം സന്ദർശിച്ചു കാണും. ആരെങ്കിലും താജ്മഹലിൽ പോയിട്ടുണ്ടോ? താജ്മഹലിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഓക്കെ. ഇനി പലർക്കും പോകാൻ നല്ല താല്പര്യമുള്ള സ്ഥലം കൂടിയാണ്. എന്താണ് കാരണം? ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് അല്ലെ താജ്മഹൽ. ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് നമ്മുടെ താജ്മഹൽ. അതിന്റെ ഹിസ്റ്ററി ഒക്കെ നിങ്ങൾ കേട്ട് കാണും. ആരാണ് താജ്മഹൽ പണിയിപ്പിച്ചത്? ആരാണ്? ഷാജഹാൻ ചക്രവർത്തി. ആർക്ക് വേണ്ടിയാണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ. അപ്പോ അടുത്തായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിനറൽസിനെ കുറിച്ചിട്ടാണ്. മിനറൽസ്, ഉത്തർപ്രദേശിൽ പ്രധാനമായിട്ടും കാണുന്ന മിനറൽസ് നമുക്ക് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. സിലിക്കയുണ്ട്, ലൈംസ്റ്റോൺ, മാഗ്നസ്റ്റൈറ്റ്, then കോൾ, റോക്ക്, ഫോസ്ഫേറ്റ്, ഡോളോമൈറ്റ്. ഉത്തർപ്രദേശിൽ കാണുന്ന പ്രധാനപ്പെട്ട മിനറൽസ് ആണ് എന്ന് പറയുന്നത്. സിലിക്കയുണ്ട്, ലൈംസ്റ്റോൺ ഉണ്ട്, മാഗ്നസൈറ്റ് ഉണ്ട്, കോൾ, റോക്ക്, ഫോസ്ഫേറ്റ്, then ഡോളോമൈറ്റ്. ഇനി മേജർ ക്രോപ്സ് ആൻഡ് പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിന്റെ പ്രത്യേകതയെ കുറിച്ച് ഒന്ന് ഓടിച്ചു നോക്കൂ. ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഷുഗർ. സ്റ്റേറ്റ് വൈസ് ആണ് കേട്ടോ. സ്റ്റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഓരോ കാര്യങ്ങളിലും മേജർ ക്രോപ്സ് ആൻഡ് പ്രൊഡക്ഷനിൽ ആ ഒരു സംസ്ഥാനത്തിനുള്ള ഒരു പൊസിഷൻ നോക്കൂ. ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഷുഗർ. മെയിൻ ഫുഡ് ക്രോപ്പ് ഏതാണ്? വീറ്റ് ആണ് കേട്ടോ. മെയിൻ ഫുഡ് ക്രോപ്സ് വീറ്റ് ആണ്. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഫുഡ് ക്രോപ്സ് എന്ന് പറയുന്നത് റൈസ് ആണ്. ഈ റൈസും വീറ്റും ഖാരിഫ്, റാബി ഈ ഇനത്തിലുള്ള പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ്. റൈസ് ഏത് വിഭാഗത്തിൽ പെടുന്നേ?
കാരിഫിലാണോ റാബിയിലാണോ? Carib. യെസ് കാരിഫ്. ദെൻ വീറ്റോ? Rabi. റാബി. ഇനി വേറൊരു വിഭാഗം കൂടി ഉണ്ടല്ലോ കാരിഫും റാബിയും അല്ലാതെ, Said. സെയ്ദ്. അതെ, പ്രധാനമായിട്ടും ഏത് ക്രോപ്സ് ആണ് ഈ സെയ്ദ് വിഭാഗത്തിൽ പെടുന്നതെന്ന് അറിയോ? Sugarcane. ഫ്രൂട്ട്സ് അല്ലേ? ഫ്രൂട്ട്സ്, ദെൻ വെജിറ്റബിൾസ് ഐറ്റംസ് ഒക്കെയാണ് സെയ്ദിൽ ഉൾപ്പെടുന്നത്. Okay. Then main cash crop sugarcane leads all state in production of sugarcane under barley, maize, wheat, gram, potato. Major manufacturing products എന്തൊക്കെയാന്ന് നോക്കൂ. എഞ്ചിനീയറിംഗ് പ്രോഡക്ട്സുകളുണ്ട്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്, കേബിൾസ്, സ്റ്റീൽ, ലെതർ, ടെക്സ്റ്റൈൽസ്, ജ്വല്ലറി, ഫ്രിഗേറ്റ്സ്, ഓട്ടോമൊബൈൽസ്, റെയിൽവേ കോച്ചസ് ആൻഡ് വാഗൺസ്. നിങ്ങള് ഈ യമുന നദിക്കരയിലുള്ള വലിയൊരു ഇൻഡസ്ട്രിയൽ ഏരിയയെ കുറിച്ച് കേട്ട് കാണും, ഇല്ലെങ്കിൽ കേട്ടില്ലെങ്കിൽ ഇപ്പോ മനസ്സിലാക്കുക. ഈ നദിക്കരയിൽ വലിയൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട്. ആ ഒരു ഇൻഡസ്ട്രിയൽ മേഖലയിൽ നിന്നൊക്കെയുള്ള പല രീതിയിലുള്ള പൊല്യൂഷൻ നമ്മുടെ താജ്മഹലിന്റെ ഭംഗി കെടുത്തുന്നു എന്ന് നിങ്ങൾ കേട്ടുണ്ടോ? ഈ ആസിഡ് റെയിൻസ്. അപ്പോ ആ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പ്രധാനപ്പെട്ട മാനുഫാക്ചറിംഗ് പ്രോഡക്ട്സ് എന്തൊക്കെയാണ്? എഞ്ചിനീയറിംഗ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്, കേബിൾസ്, സ്റ്റീൽ, എക്സെട്ര. Okay, MSME sector is the second largest employment generator in Uttar Pradesh and first being agriculture. അപ്പോ ഉത്തർപ്രദേശിന്റെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുക്കുന്നത് അഗ്രികൾച്ചർ മേഖലയാണ്. സെക്കൻഡ് വൺ MSME. What is mean by MSME? Micro, small and medium. Yes, micro, small and medium enterprises. ഇത്രയും കാര്യങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അപ്പൊ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു? ഉത്തർപ്രദേശിന്റെ ഇപ്പോഴത്തെ ഗവൺമെന്റ് സ്ട്രക്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം സ്റ്റേറ്റ് സിംബിൾസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. പിന്നീട് മേജർ ഫെസ്റ്റിവൽസ് ആൻഡ് ഡാൻസസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രധാനപ്പെട്ട ഡാൻസസ് ഏതൊക്കെയാണ്? പ്രധാന ഡാൻസസ് നൗഡംഗി, രാസ്ലീല, പിന്നെ ചപ്പേലി ആൻഡ് ജൈത്ത അല്ലേ? പ്രധാനപ്പെട്ട മറ്റു ഫെസ്റ്റിവൽസ് കുംഭമേള and Diwali. കുംഭമേള, then വ്യാസ് പൂർണിമ, രാംനവമി, രാംനവമി, then Diwali, etc. Then Latmar, Holi. പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ആഗ്ര ഫോർട്ട്, then താജ്മഹൽ, ഫത്തേപൂർ സിക്രി, മറ്റ് സ്ഥലങ്ങൾ സാരനാഥ്, ആഗ്ര സിറ്റി, അക്ബർ മുസോളിയം, അക്ബർ സ്റ്റോം ഇൻ സിക്കന്ദ്ര, ആനന്ദ് ഭവൻ, എക്സെട്ര. വളരെ റീസെന്റ് ആയിട്ട് റാം ടെമ്പിൾ ഇൻ അയോധ്യ, സാരനാഥിലെ പില്ലർ ഓഫ് ഇൻസ്ക്രിപ്ഷൻ, പില്ലർ ഓഫ് അശോക, ലയൺ ക്യാപിറ്റൽ ഓഫ് അശോക, ബുദ്ധ ഗേവ് ഇറ്റ്സ് ഫസ്റ്റ് സെർമൺ ആഫ്റ്റർ എൻലൈറ്റ്മെന്റ്. ഇതിനെ കുറിച്ചൊക്കെ സാരനാഥിന്റെ പ്രത്യേകതയും കൂടിയാണ്. നെക്സ്റ്റ് മിനറൽസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്തതായി മേജർ ക്രോപ്സ് ആൻഡ് പ്രൊഡക്ഷൻ നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തു. പ്രധാനപ്പെട്ട ക്രോപ്സ്, ഫുഡ് ക്രോപ്സ് ഏതാണ്? വീറ്റ് ആണ് മെയിൻ ക്യാഷ് ക്രോപ്പ്. ഷുഗർ കെയിൻ ആണ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഷുഗർ. എവിടെയാണ്? UP യിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ ഡിസ്കസ് ചെയ്തത്. അടുത്തതായി നമുക്ക് മേജർ റിവേഴ്സ്. അപ്പൊ ഗംഗയും യമുനയും നമ്മൾ നേരത്തെ കേട്ടു. അതിന്റെ കൂടെ തന്നെ ഗോമതി ഉണ്ട്, കോസി ഉണ്ട്, ഗഹാര, ഗണ്ഡക്.
ഇവയൊക്കെ ഈ ഗംഗയുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ്. ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്. അപ്പൊ എന്തുകൊണ്ടാണ് ഗംഗയുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്? ചില ട്രിബ്യൂട്ടറീസിനെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്, ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നല്ലോ. അത് ഡിസ്ചാർജ് ചെയ്യുന്നത് ബംഗാളിലായതുകൊണ്ടാണോ? അല്ല അല്ല, അതുകൊണ്ടല്ല. പറഞ്ഞോളൂ. നിങ്ങളെ ആ ഒരു ആശയങ്ങൾ പറഞ്ഞോളൂ. പുറത്തേക്ക് വീഴുന്നതല്ല, പകരം ഗംഗയുടെ ഡയറക്ഷൻ ആയിരുന്നു. ഗംഗയുടെ ഡയറക്ഷൻ, ആ ഗംഗയുടെ ഡയറക്ഷൻ ശബ്ദം മറ്റ് ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നുണ്ട്. എല്ലാവരും ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യാം. അപ്പോ ഗംഗയുടെ ഡയറക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഡയറക്ഷൻ നോക്കിയിട്ട് അതിന്റെ ലെഫ്റ്റിലൂടെ ഗംഗയിലേക്ക് കൂടിച്ചേർന്ന ട്രിബ്യൂട്ടറീസിനെയാണ് നമ്മൾ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് രാംഗംഗ, ഗോമതി, ഗഘാര, ഗണ്ഡക്, കോസി, മഹാനന്ദ. ഇനി ഗംഗയുടെ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് കൂടിച്ചേരുന്ന റിവേഴ്സിനെ നമ്മൾ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറയാം. അതിൽ ആരൊക്കെയുണ്ട്? യമുനയുണ്ട്, ദെൻ സോൺ ഉണ്ട്. അപ്പൊ ഇത്രയും റിവേഴ്സ് ആണ് ഇത് ഗംഗയുടെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്. മനസ്സിലായോ? യമുനയിൽ കൂടിച്ചേർന്ന പല റിവേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ചമ്പൽ, ബനാസ് റിവർ, ദെൻ സിന്ധ്, ബെട്വ, കെൻ. ഈ റിവേഴ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ട് കാണും. ആദ്യമായിട്ട് ഇന്ത്യയിൽ റിവർ ഇന്റർലിങ്കിങ് പ്രോജക്റ്റ് നടത്തിയ 2 റിവേഴ്സ് ആണ് ഏതെന്ന് പറയുന്നത്? ഈ കെൻ ബെട്വ. അതായത് ഈ 2 റിവേഴ്സിനെ എന്ത് ചെയ്തു? ഇന്റർലിങ്കിങ് ചെയ്തു. അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ റിവർ ലിങ്കിങ് പ്രോജക്ട്. ഇന്ത്യയിലെ ആദ്യത്തെ റിവർ ലിങ്കിങ് പ്രോജക്ട് എന്ന് പറയുന്നത് ഏതൊക്കെ റിവേഴ്സ് തമ്മിലാണ്? കെൻ, ബെട്വ കേട്ടോ. അപ്പൊ ഈ കെൻ ബെട്വ ആദ്യ ട്രിബ്യൂട്ടറി ആണ്? ഗംഗയുടെ ട്രിബ്യൂട്ടറി ആണോ? യമുനയുടെ ട്രിബ്യൂട്ടറി ആണ് കേട്ടോ. വളരെ സ്പെസിഫിക്കലി കെൻ ബെട്വ ഈസ് ദ ട്രിബ്യൂട്ടറി ഓഫ് യമുന റിവർ. അപ്പോ ഉത്തർപ്രദേശിലൂടെ ഒഴുകുന്ന പല നദികളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഗംഗയുണ്ട്, രാംഗംഗയുണ്ട്, ഗോമതി. ഈ ഗോമതിയുടെ നദിക്കരയിലാണ് ഏത് സ്ഥലമുള്ളത്? ലക്നൗ. അതായത് ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ലക്നൗ ഉള്ളത് എവിടെയാണ്? ഗോമതിയുടെ നദിക്കരയിലാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഗാഗ്ര, ദെൻ ഗണ്ഡക്, കോസി. ഈ കോസി റിവർ നമുക്ക് വേറൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, ദ സോറോ ഓഫ് ബംഗാളാണോ? ബീഹാർ അല്ലെ? സോറോ ഓഫ് ബീഹാർ അല്ലേ? ബീഹാറിനെയാണോ പറഞ്ഞത്? കേട്ടില്ല. സോറോ ഓഫ് ബീഹാർ കേട്ടോ. സോറോ ഓഫ് ബംഗാൾ ഏതായിരുന്നു? ഹൂഗ്ലി, ദാമോദർ. ഹൂഗ്ലി ആണോ അതോ ദാമോദർ? ദാമോദർ. അതായത് സോറോ ഓഫ് ബംഗാൾ ഏതായിരുന്നു? ദാമോദർ ആയിരുന്നു. സോറോ ഓഫ് ബീഹാർ. ഇത് പ്രധാനമായിട്ടും ഇത്തരം നദികള് പല സമയങ്ങളിലും ദിശ മാറി ഒഴുകുന്നതുകൊണ്ടാണ് ഈ ബീഹാറിന്റെ ദുഃഖം അല്ലെങ്കിൽ ബംഗാളിന്റെ ദുഃഖം എന്നൊക്കെ പറയുന്നത്. അപ്പോ ഇതിന് ഒരു പരിധി വരെ നമുക്ക് സയന്റിഫിക്കലി ഇതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. പല ഡാമുകളും ഈ ഒരു റിവേഴ്സിൽ കെട്ടിയിട്ട്
അതിന്റെ ഒരു ഒഴുക്കിനെ നിയന്ത്രിക്കുകയും പല രീതിയിലുള്ള ഇലക്ട്രിസിറ്റി ജനറേഷൻ, ദെൻ വാട്ടർ ഫെസിലിറ്റി, ദെൻ അഗ്രികൾച്ചറൽ ഫെസിലിറ്റി, അങ്ങനെ പല കാര്യങ്ങൾക്കായി ഇറിഗേഷനൊക്കെ ആയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഇത്തരം ഡാമുകളിൽ നിന്നും വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ വലിയൊരു ദിശ മാറുന്ന ഒരു പ്രക്രിയയെ ഏകദേശം എന്ത് ചെയ്യാൻ പറ്റും, തടയാൻ പറ്റിയിട്ടുണ്ട്. അപ്പോ ദ സോർ ഓഫ് ബീഹാർ അല്ലെങ്കിൽ സോർ ഓഫ് ബംഗാൾ ആയിട്ടുള്ള ദാമോദർ, ആ ദാമോദറിനെ എന്താക്കി മാറ്റി, വലിയൊരു പല രീതിയിലുള്ള അതിൽ നിന്നും ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റി. അതിന് ഇറിഗേഷൻ, ദെൻ വാട്ടർ, വ്യത്യസ്ത ഫെസിലിറ്റിയോട് കൂടെ എന്താക്കി മാറ്റിയിട്ടുണ്ട്, ദാമോദർ റിവർ പ്രോജക്ട് എന്ന് പറഞ്ഞ ഒരു പ്രോജക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന ദാമോദർ, അങ്ങനെ ഒരു പേര് നമുക്ക് മാറ്റാൻ സാധിച്ചു. ഓക്കെ, അപ്പോ ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട നദികളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. Then Amsot Peak is the highest peak of Uttar Pradesh. Amsot Peak is the highest peak of Uttar Pradesh. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയോ? ആനമുടിയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇനി വെസ്റ്റേൺ ഘട്ടിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയോ? ആനമുടി. യെസ്, സെയിം ആൻസർ തന്നെയാണ്, ആനമുടി തന്നെ കേട്ടോ. വെസ്റ്റേൺ ഘട്ടിലെയും സ്പെസിഫിക്കലി കേരളത്തിലെയും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ രണ്ടാമത്തെ എന്നറിയോ? കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതെന്നറിയോ? മീശപ്പുലിമല. മീശപ്പുലിമലയാണ് കേരളത്തിലെ രണ്ടാമത് ഉയരം കൂടിയ കൊടുമുടി. PSC ക്വസ്റ്റ്യൻസൊക്കെയായി വരുന്ന ക്വസ്റ്റ്യൻ കൂടിയാണ്. ഉത്തർപ്രദേശിലെ ഹയസ്റ്റ് പീക്കാണ് ആംസോട്ട് പീക്ക്. ആംസോട്ട് പീക്ക് പല ക്വസ്റ്റ്യൻസിലും UPSC, SSC മറ്റ് എക്സാംസിലൊക്കെ പീക്കുകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം. വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആൻഡ് നാഷണൽ പാർക്സ്. വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആൻഡ് നാഷണൽ പാർക്സ്. ഒന്ന് ഈ ലിസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. പ്രധാനപ്പെട്ട നാഷണൽ പാർക്സ് നമുക്ക് പരിചയപ്പെടാം. ഉത്തർപ്രദേശിന്റെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്സ്. നാഷണൽ പാർക്സ് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഫസ്റ്റ് വൺ ദുദ്വ, അല്ലേ? ദുദ്വ നാഷണൽ പാർക്ക്. ദുദ്വ എന്ന് പറയുന്നത് നാഷണൽ പാർക്കിന്റെ കൂടെ തന്നെ ഒരു ടൈഗർ റിസർവും കൂടിയാണ്. അതായത് കടുവകളെ പ്രത്യേകിച്ച് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന റിസർവും കൂടിയാണ് ദുദ്വ. ഇവിടെയാണ് ദുദ്വ. ദുദ്വ ഏത് സ്ഥലവുമായിട്ടാണ് ബോർഡർ ചെയ്യുന്നറിയോ? ഈ സ്ഥലം നേപ്പാളാണ് കേട്ടോ. നേപ്പാളിന്റെ അതിർത്തിയാണ്. നേപ്പാളുമായിട്ടാണ് ഏത് അതിർത്തി പങ്കിടുന്നത്? ദുദ്വ ടൈഗർ റിസർവ് നാഷണൽ പാർക്ക്. Then Lac Bahosi Sanctuary, Nawabganj Bird Sanctuary, Okla Sanctuary, Patna Bird Sanctuary, Samspur Sanctuary, Bakhira Sanctuary, Saman Sanctuary, National Chambal Wildlife Sanctuary, ചൗധരി സരൺ. ഓക്കെ, അപ്പോ ഇത്രയാണ് പ്രധാനപ്പെട്ട വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആൻഡ് നാഷണൽ പാർക്ക്. ഈ നാഷണൽ പാർക്ക് ഓർത്തിരിക്കുക. ദുദ്വ നാഷണൽ പാർക്ക്, ദുദ്വ നാഷണൽ പാർക്ക്. ഒക്ല സാങ്ച്വറി പല സമയത്തും ചോദിക്കാറുണ്ട്. ദെൻ പാട്ന ബേർഡ് സാങ്ച്വറി ഓർത്തിരിക്കുക. ഓക്കെ, നാഷണൽ ചമ്പൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി. നാഷണൽ ചമ്പൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇതാണ് പ്രധാനപ്പെട്ട ഉത്തർപ്രദേശിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആൻഡ് നാഷണൽ പാർക്ക്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട എയർപോർട്ടുകളെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. എയർപോർട്ട്.
അപ്പോ ഈ എയർപോർട്ടുകൾക്ക് പല എയർപോർട്ടുകൾക്കും പല പ്രധാനപ്പെട്ട ആളുകളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ഡൽഹിയിലെ എയർപോർട്ടിന്റെ പ്രധാനപ്പെട്ട പേരെന്താണെന്നറിയോ? ഡൽഹി ആരുടെ പേരാണ്? അതെ, ഇന്ദിരാഗാന്ധി. യെസ്, ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്. അതുപോലെ ഉത്തർപ്രദേശിലെ ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പേരാണ് ചൗധരി ചരൺ സിംഗ് എയർപോർട്ട്, ഈസ് ഇൻ ലക്നൗ. ഇതും പല എക്സാംസിനും ഇങ്ങനെ പേരിൽ ചോദിക്കാറുണ്ട്. ഏത് സ്ഥലത്താണ് അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോ ഈ ചൗധരി ചരൺ സിംഗ് ആരായിരുന്നു എന്നറിയോ? നേരത്തെ പ്രൈം മിനിസ്റ്റർ. ഫോമർ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ചൗധരി ചരൺ സിംഗ്. അടുത്താണ് വാരണസിയിലെ ഒരു എയർപോർട്ടാണ് ലാൽ ബഹദൂർ ശാസ്ത്രി എയർപോർട്ട്. ലാൽ ബഹദൂർ ശാസ്ത്രി എയർപോർട്ട്. അപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് എയർപോർട്ട് നമ്മൾ നോക്കി, ലക്നൌവിലെയും വാരണസിയിലെയും. ലക്നൌയുടെ പേര് ചൗധരി ചരൺ സിംഗ് എയർപോർട്ട്. ലാൽ ബഹദൂർ ശാസ്ത്രി എയർപോർട്ട് ഈസ് ഇൻ വാരണസി. ഇനി സ്റ്റേഡിയം നോക്കുകയാണെങ്കിൽ only internationally recognized cricket stadium is in Green Park Stadium at Kanpur. കാൺപൂരിലെ ഗ്രീൻ പാർക്ക് സ്റ്റേഡിയം ആണ് ഉത്തർപ്രദേശിലെ ഏക ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം. F1 റേസ് കേട്ടിട്ടുണ്ടോ? ഫോർമുല 1. അതായത് കാറോട്ട മത്സരമാണ്. കാർത്തികേയനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കാർത്തികേയൻ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു കാർ റേസർ ആയിരുന്നു കാർത്തികേയൻ. അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം ഒരു ആക്സിഡന്റിൽ ഈ F1 ഭാഗമായിട്ട് ഒരു കാർ ആക്സിഡന്റിൽ അദ്ദേഹം ഇപ്പോ കിടപ്പിലാണെന്ന് തോന്നുന്നു. അപ്പോ ഈ F1 കാർ റേസിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റാറും കൂടിയായിരുന്നു കാർത്തികേയൻ. ഇന്ത്യയുടെ ഒരു സ്റ്റാർ ആയിരുന്നു. Buddha International Circuit hosts India's inaugural F1 Grand Prix race on October 2011. Okay. പ്രധാനപ്പെട്ട എയർപോർട്ട് ആൻഡ് സ്റ്റേഡിയംസ് നമ്മൾ നോക്കി. ചൗധരി ചരൺ സിംഗ് എയർപോർട്ട് ഈസ് ഇൻ ലക്നൗ. വാരണസിയിലെ എയർപോർട്ടിന്റെ പേരെന്താണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. Again our former Prime Minister ലാൽ ബഹദൂർ ശാസ്ത്രി, അവരുടെ പേരുള്ള എയർപോർട്ടാണ് വാരണസി. ദെൻ കാൺപൂരിലുള്ള ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ആണ് ഗ്രീൻ പാർക്ക് സ്റ്റേഡിയം. അതിന്റെ ഫീച്ചർ എന്താണ്? ഇറ്റ്സ് ഓൺലി ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ക്രിക്കറ്റ് സ്റ്റേഡിയം ഇൻ ഉത്തർപ്രദേശ്, ഇൻ UP. അടുത്ത ഒരു ഫാക്ട് നോക്കുകയാണെങ്കിൽ ബുദ്ധ ഇന്റർനാഷണൽ സർക്യൂട്ട് ഹോസ്റ്റ് ഇന്ത്യസ് ഇനാഗുറൽ F1 ഗ്രാൻഡ് പ്രിക്സ് റേസ് ഓൺ October 30, 2011. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ട ഫാക്ടുകൾ. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടായി ചോദിച്ചോളൂ. പുതിയൊരു എയർപോർട്ടും കൂടെ വന്നിട്ടില്ലേ, മഹാഋഷി വാൽമീകി? ഞാൻ അതിന്റെ അപ്ഡേറ്റ് ചെയ്തില്ല. ഏതായിരുന്നു? അയോധ്യയില് മഹാഋഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട്, അയോധ്യ ഡാം. ഓക്കെ, ഞാൻ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ നോക്കിയിട്ടില്ല. എന്നായിരുന്നു വന്ന്? വളരെ റീസെന്റ് ആയിട്ടാണോ വന്നേ? ഓക്കെ. ഞാൻ അതും കൂടി അപ്ഡേറ്റ് ചെയ്യാം. താങ്ക് യു. വേറെ എന്തെങ്കിലും അഡീഷൻസ് ഓർ ഡൗട്ട്സ്? സർ, ഇതിന്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം ക്ലാസ് റൂമിൽ ഇട്ടിട്ടില്ലേ? ഓക്കെ. ഞാൻ അതിന്റെ വീഡിയോ കൂടി അപ്ഡേറ്റ് ചെയ്യാം. പോരെ? അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം.
ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? യെസ്. Yes. അപ്പോ ഹാവ് എ നൈസ് ഡേ, ഗുഡ് നൈറ്റ്, ബൈ എവരിവൺ. Thank you, sir. Thank you, sir. Good night. Thank you, sir. വെൽക്കം വെൽക്കം താങ്ക് യു സാർ. വെൽക്കം. Thank you, sir. വെൽക്കം. Thank you.